ഉച്ചവരെ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ഇടക്കാല ബജറ്റ്. സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും പ്രത്യേക പദ്ധതികൾ. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 2 കോടി വീടുകൾ അനുവദിക്കും. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്നും നിർമ്മല സീതാരാമൻ. ഓഹരി വിപണിയിൽ ഉണർവ്. ആദായ നികുതി പരിധിയിൽ മാറ്റമില്ല. നിലവിലെ സ്ലാബ് തുടരും. 3 ലക്ഷം വരെ നികുതിയില്ല. പ്രത്യക്ഷ പരോക്ഷ നികുതികളിലും ഇറക്കുമതി തീരുവകളിലും മാറ്റമില്ല. റെയിൽവേയിൽ 3 ഇടനാഴികൾ കേന്ദ്രീകരിച്ച് വികസനം. 40,000 ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലാക്കും. വൈദ്യുതി വാഹനങ്ങൾക്ക് പ്രോത്സാഹനം. പുതിയ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും യാഥാർത്ഥ്യമാക്കും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന് മുൻഗണനയെന്നും പ്രഖ്യാപനം. ഉത്തർപ്രദേശിലെ ഗ്യാൻവാബി മസ്ജിദിൽ ക്ഷേത്രാരാധന നടത്തി. പൂജ വാരണാസി കോടതി ഉത്തരവിന് പിന്നാലെ. പൂജ നടന്നത് പള്ളിയുടെ തെക്കുഭാഗത്തുള്ള നിലവറകൾക്ക് മുന്നിൽ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം. CMRലും KSIDCയും അന്വേഷണ പരിധിയിൽ. അന്വേഷണ ചുമതല 6 അംഗ സംഘത്തിന്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം.